വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള ഈ ബൈബിൾ പഠന ശിബിരത്തിൽ ശ്രോതാക്കളായി പഠിതാക്കളായി പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, ബൈബിൾ പഠന ശിബിരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. 73 പുസ്തകങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ ഉടമ്പടി പൂർത്തീകരിച്ച് അതിൻ്റെ പുതിയ ഉടമ്പടിയുടെ അവസാന പുസ്തകത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. 2 എപ്പിസോഡുകളിലായി ഈ വെളിപാട് പുസ്തകം നമുക്കിവിടെ പഠന വിഷയമാക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ ആമുഖ ചിന്തകളും, രണ്ടാമത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ ഉള്ളടക്കവും നാം പഠന വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്ന ആമുഖ ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം എന്ന 3 രീതിയിൽ തിരിച്ച് അതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളത്. പുതിയ ഉടമ്പടിയിലേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ സുവിശേഷങ്ങളും അപ്പസ്തോല നടപടിയും ചരിത്രപരമായ പുസ്തകങ്ങളാണ്. ലേഖനങ്ങളെല്ലാം പൗലോസ് അപ്പസ്തോലന്റെ ലേഖനങ്ങളും മറ്റു ലേഖനങ്ങളും പ്രബോധനപരമായ ഗ്രന്ഥങ്ങളിൽ പെടും. എന്നാൽ അതിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പ്രവചനപരമായുള്ള ഏക ഗ്രന്ഥമാണ്. യോഹന്നാന് ലഭിച്ച വെളിപാട് അല്ലെങ്കിൽ വെളിപാട് എന്ന ശീർഷകം അപ്പോകാലിപ്റ്റിക്സ് എന്ന ഗ്രീക്ക് നാമത്തിൻ്റെ തർജ്ജമയാണ്. നിഗൂഢമായ ദൈവഹിതത്തിൻ്റെ അനാവരണമാണത്. ഭാവി കാര്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ ഉടമ്പടിയിലെ അവസാന ഗ്രന്ഥം എന്ന നിലയിൽ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ കേവലം ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവതരണം മാത്രമല്ല, അത് വർത്തമാനകാല ചിന്തകളും ഭൂതകാല ചിന്തകളും ഭാവികാല ചിന്തകളും ഉൾക്കൊള്ളുന്ന ഒരു അവതരണ ശൈലിയാണ് സ്വീകരിക്കുക. ഈ വെളിപാട് പ്രധാനമായും ദർശന രൂപത്തിലായിരുന്നു. പഴയ ഉടമ്പടിയിലെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നു, അതിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം, ദൈവികമായ സന്ദേശം അവർ ഉൾക്കൊണ്ട് സമൂഹത്തോട് പ്രസംഗിക്കുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിൽ പ്രത്യേകമായും ഈ വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് വെളിപാടിലൂടെ നടക്കുക. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ക്രൂരമായ മതമർദ്ദനം നടന്നിരുന്നു. ഈ മതമർദ്ദനത്തിൻ്റെ പ്രത്യേകമായി അതിൻ്റെ ഭാഗവാക്കുകളാകുന്ന അത് സ്വീകരിക്കുന്ന ക്രൈസ്തവ സമൂഹം
നിരാശപ്പെട്ടു പോകരുത്, അവർ പിന്തിരിഞ്ഞോടരുത്. ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവത്തിനാണ് അന്തിമമായ വിജയം എന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടുവരുന്നതിന് ഈ വെളിപാട് ഗ്രന്ഥം വിരചിതമായതായിട്ടാണ് നാം മനസ്സിലാക്കുക. വെളിപാട് കൃതികൾ പൊതുവെ മതപീഡന പശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്നതാണ്. അത് അങ്ങനെ ഒരു സാഹിത്യ രൂപം നിലവിലിരുന്നു. മഹാത്മാക്കളുടെ പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ദർശനങ്ങളിലൂടെ ദൈവത്തിൽ നിന്നും കിട്ടുന്ന ദൈവികമായ വിചിന്തനങ്ങൾ സമൂഹവുമായിട്ട് പങ്കിടുന്നു. ദാർശനികന്റെ കാലം മുതൽ യുഗാന്ത്യം വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ചുരുൾ നിവരുന്നതാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം. ഭൂതകാല സംഭവങ്ങളുടെ ചുരുങ്ങിയ പ്രതിപാദ്യമുണ്ട്. വർത്തമാന കാലത്തെ മതമർദ്ദനത്തിൻ്റെ വലിയ ആഘാതമുണ്ട്. എന്നാൽ അതിൽ അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് കുഞ്ഞാടിൻ്റെ വിജയത്തിലാണ്, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വിജയത്തിലാണ് പര്യവസാനിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് ഇതുവഴി അവർക്ക് പകർന്നു കൊടുക്കുക. അവസാന യുഗാന്ത്യം കൊണ്ട് അവസാനിക്കാതെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നതോടെയാണ്, ആ ചിന്തകൾ കൈമാറുന്നതോടെയാണ് ഈ വെളിപാട് പുസ്തകം അവസാനിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന ഗ്രന്ഥമാണ് വെളിപാട്. ഇത് ക്രിസ്തീയ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭവും അവസാനവും ഉൾക്കൊള്ളുന്നതാണ്. പ്രപഞ്ച സൃഷ്ടി വിവരണത്തോടെ ആരംഭിക്കുന്ന വെളിപാട് പുസ്തകം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതോടെ അവസാനിക്കുന്നു. ഇത് പ്രതീക സമ്പന്നമാണ്. മുദ്ര പൊട്ടിക്കാത്ത പുസ്തകം പോലെ അത് നിലകൊള്ളുകയാണ്. ഈ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, ജന്തുക്കൾ, പ്രവൃത്തികൾ, അളവുകൾ, സംഖ്യകൾ, നക്ഷത്രങ്ങൾ, നിറങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം പ്രതീകാത്മകമായ മൂല്യങ്ങളുണ്ട്. സഭാ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിലും ബൈബിൾ വിജ്ഞാനീയത്തിൻ്റെ പിൻബലത്തിലും ആണ് ഇവ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. സത്യത്തിൽ നമുക്കറിയാം, ആധുനിക ലോകത്തിൽ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രതീകങ്ങളുടെ, സംഖ്യകളുടെ കണക്കുകൂട്ടലുകളിൽ പലരും പ്രവചിക്കാറുണ്ട്. എന്നാൽ അവർക്ക് സഭാ പാരമ്പര്യങ്ങളുടെ ഒരു പിൻബലമില്ല, ബൈബിൾ വിജ്ഞാനീയത്തിൻ്റെ ആഴങ്ങളില്ല. അതുകൊണ്ട് ബൈബിൾ പശ്ചാത്തലത്തിൽ വിരചിതമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലെ പ്രതീകാത്മകമായ ഈ അവതരണ ശൈലി പ്രത്യേകമായ അവധാനത്തോടെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്, വ്യാഖ്യാനിക്കേണ്ടതാണ്. ആസന്ന ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ പിതാവാൻ ദൈവം യേശുവിന്, ക്രിസ്തുവിന് നൽകുകയും അവൻ തൻ്റെ ദൂതനെ അയച്ച് അവ യോഹന്നാന് വെളിപ്പെടുത്തുകയും ചെയ്തതാണ് വെളിപാട് പുസ്തകം. ഈ യോഹന്നാനാകട്ടെ ദൈവത്തിൻ്റെ ദാസൻ എന്ന പേരിലാണ് തന്നെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസനും മതമർദ്ദനം അനുഭവിക്കുന്നവരുടെ കൂടെ അതിൽ പങ്കുചേരുന്നവനുമായ വ്യക്തി എന്ന നിലയിലാണ് യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം നാം വായിക്കുമ്പോൾ ദാർശനികൻ അനുവാചകരുടെ സഹോദരനായും അവരോടൊത്ത് സഹിക്കുന്നവനായും സ്വയം വിശേഷിപ്പിക്കുന്നു. വെളിപാട് 1:9. ഏഷ്യ മൈനറിലെ 7 സഭകളെ അധികാരം ശാസിക്കുകയും
ശ്ലാഘിക്കുകയും ചെയ്യുന്നു. ഗ്രന്ഥകർത്താവ് ആരാണ്? അത് ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹായാണോ, അതോ മറ്റ് ഒരു യോഹന്നാൻ എന്നു പേരുള്ള വ്യക്തിയാണോ? അപ്പസ്തോല സമൂഹത്തിലെ അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ, അത് കഴിഞ്ഞു വരുന്ന തലമുറയിലെ യോഹന്നാനാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ കർത്തൃത്വത്തിലുള്ള പുസ്തകങ്ങൾ നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, ലേഖനങ്ങൾ, അതുപോലെ ഈ വെളിപാട് പുസ്തകം, ഈ ഗ്രന്ഥങ്ങളെല്ലാം ചേർത്ത് ബൈബിൾ പണ്ഡിതർ പറയുന്നത് യോഹന്നാൻ കോർപ്പൂസ് എന്നാണ്. യോഹന്നാന്റെ ആ ഗ്രന്ഥപരമ്പരയിലെ പുസ്തകങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം കർത്താവ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ എന്നുള്ളതാണ് പണ്ഡിതമതം. റോമൻ ഭരണാധികാരികൾ പ്രാദേശിക മതങ്ങളോട് സഹിഷ്ണുത കുറേയൊക്കെ കാണിച്ചിരുന്നു. എന്നാൽ രാജാക്കന്മാരെ ദൈവതുല്യം വണങ്ങേണ്ടിയിരുന്നു എന്നുള്ള നിയമം അവർ അന്ന് ഉണ്ടാക്കിയിരുന്നു. ക്രൈസ്തവ വിശ്വാസികൾ രാജാവിനെ ദൈവത്തിന് തുല്യം മനസ്സിലാക്കി ആ രാജാവിനെ ആരാധിക്കണമെന്നുള്ള നിയമം നിലവിൽ വന്നപ്പോൾ ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹം അതിനെ എതിർത്തു. അതിന് ഫലമായി അവർക്ക് വലിയ മതപീഡനത്തിന് വിധേയരാകേണ്ടതായിട്ട് വന്നു. പലരുടെയും ജീവിതം രക്തസാക്ഷിത്വത്തിൽ കലാശിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അങ്ങനെയുള്ള മതമർദ്ദനത്തിന് വിധേയരായ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകമായ പ്രത്യാശയും ബലവും നൽകുന്നതിന് ദൈവം ക്രിസ്തുവിലൂടെ യോഹന്നാന് കൊടുക്കുന്ന ഒരു ദർശനം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് രേഖപ്പെടുത്തിയതാണ് വെളിപാട് പുസ്തകം. ഇതിൻ്റെ രചനാകാലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം നമുക്കറിയാം. AD 81-നും 96-നും ഇടയ്ക്ക് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ഡൊമീഷ്യൻ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇപ്രകാരമുള്ള ഒരു മതമർദ്ദനം അല്ലെങ്കിൽ മതപീഡനം ശക്തമായി തീരുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. യോഹന്നാനാണ് ഗ്രന്ഥകർത്താവെന്ന് വെളിപാട് പുസ്തകത്തിൽ തന്നെ 4 തവണ പ്രഖ്യാപിക്കുന്നുണ്ട്. 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, 4-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, 22-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം അപ്പസ്തോലനാണെന്ന് അവകാശപ്പെടുന്നില്ല, എന്നാൽ ക്രിസ്തീയ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് കരുതുന്നു. 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗവും 22-ാം അധ്യായം 6-ാം തിരുവചനവും ഇപ്രകാരം അദ്ദേഹം പ്രവാചകന്മാരിൽ ഒരാളാണെന്ന് വ്യക്തമാക്കുന്നു. പാരമ്പര്യമനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവിശേഷവും ലേഖനങ്ങളും എഴുതിയ വ്യക്തി തന്നെയാണ് വെളിപാട് പുസ്തകം എഴുതിയതെന്ന് പണ്ഡിതർ അവകാശപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു യോഹന്നാൻ ആയിരിക്കണം തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം എഫേസസിലെ മെത്രാൻ ആയിരുന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഇതിൻ്റെ ഗ്രന്ഥ പശ്ചാത്തലത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ആദിമസഭയിൽ മതമർദ്ദനം രൂക്ഷമായപ്പോൾ വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്നതിന് മർദ്ദിതർക്ക് നാശം സംഭവിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുവാനുമാണ് വെളിപാട് പുസ്തകം രചിച്ചത്. ആര് മതമർദ്ദനം അടിച്ചുവിടുന്നുവോ അവർക്ക് വരുവാനിരിക്കുന്ന വലിയ നാശത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ വിജയം പ്രാപിക്കുമെന്നുള്ള പ്രത്യാശയുടെ ചിന്ത അവർക്ക് കൈമാറുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ
ഡൊമീഷ്യൻ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് രാജാവിനെ കർത്താവും ദൈവവുമായി അംഗീകരിക്കണമെന്ന രാജകൽപ്പന ലംഘിച്ച ക്രൈസ്തവർ ഇപ്രകാരം മതപീഡനത്തിന് ഇരയായി. ഈ മതപീഡനം റോമൻ ഭരണാധികാരികളിൽ നിന്നും മാത്രമല്ല അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. യഹൂദ മതം വിട്ട് ക്രൈസ്തവ മതം സ്വീകരിച്ച അവർക്ക് യഹൂദ മതത്തിൽ നിന്നും ഇപ്രകാരമുള്ള മർദ്ദനം, പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 9-ാം തിരുവചനവും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം തിരുവചനവും ഇപ്രകാരമുള്ള അവരുടെ അനുഭവങ്ങളെ വ്യക്തമാക്കുന്നതാണ്. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ ഇപ്രകാരമുള്ള മതപീഡനത്തെ ചേർത്ത് നിന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യാശ നൽകുവാൻ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം AD 96 ഏഷ്യ മൈനറിൽ എഫേസസിനോട് അടുത്തുള്ള പാത്മോസ് ദ്വീപിൽ വെച്ച് രചിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുക. പാത്മോസ് ദ്വീപിനെ കുറിച്ചുള്ള പരാമർശം ഈ ഗ്രന്ഥത്തിലുണ്ട് താനും. ഇതിൻ്റെ സാഹിത്യപരമായ സവിശേഷതകൾ ബൈബിളിലെ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോകാലിപ്റ്റിക് അല്ലെങ്കിൽ ഒരു വെളിപാടിൻ്റെ രീതിയിലുള്ള സാഹിത്യ രൂപമാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. BC 200-നും 100-നും ഇടയിൽ ഇസ്രായേൽക്കാർക്കിടയിൽ പ്രചാരത്തിലിരുന്ന സാഹിത്യ രൂപമാണ് അപ്പോകാലിപ്റ്റിക്സ്. ദർശന രൂപത്തിൽ പ്രത്യാശ പകരുന്ന അവതരണ രീതി, വിശ്വാസികളായ മർദ്ദിതർക്ക് മനസ്സിലാകുന്ന പ്രതീകങ്ങളും ശൈലികളും ഇതിൽ ഉൾക്കൊള്ളുന്നു. യുഗവീക്ഷണം, 2 യുഗങ്ങൾ ഉണ്ടെന്നുള്ള വീക്ഷണം, യുഗാന്ത്യം, അന്ത്യം, ആസന്നം, പുനരുത്ഥാനം, മിശിഹായുഗം, പ്രതീകങ്ങൾ, വ്യത്യസ്തമായ ദർശനങ്ങൾ, ശ്രവണങ്ങൾ, മാലാഖമാരും പിശാചുക്കളും, വ്യാജനാമം, ചരിത്രം എന്നിവ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹിത്യരൂപം വെളിപാടിൽ കാണുന്നുണ്ടെങ്കിലും ചില വ്യത്യാസങ്ങൾ ഇവിടെ ദൃശ്യമാണ്. അപ്പോകാലിപ്റ്റിക് സാഹിത്യ രൂപത്തിന് പുറമെ വെളിപാടിൽ പ്രവചനം, ഇടയലേഖനം, ആരാധനാരൂപം, നാടകരൂപം എന്നീ സാഹിത്യ രൂപങ്ങളും ദൃശ്യമാണ്. കേവലം അപ്പോകാലിപ്റ്റിക് രീതിയിൽ അല്ല ഇത് വിരചിതമായിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഈ പറഞ്ഞ വ്യത്യസ്തമായ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു നാം ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് 2-ാമത്തെ എപ്പിസോഡിൽ ഞാൻ അല്പം കൂടി വിവരിച്ച് അവതരിപ്പിക്കുന്നതാണ്. മുഖ്യപ്രമേയം എന്ന രീതിയിൽ നാം ഇതിനെ സമീപിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം വാഗ്ദാനത്തിനും പൂർത്തീകരണത്തിനും ഇടയ്ക്ക് സാത്താന്റെ സമരത്തിനും ക്രിസ്തുവിൻ്റെ വിജയത്തിനും ഇടയ്ക്ക് നിലകൊള്ളുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനും ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. അതുപോലെ സാത്താന്റെ വെല്ലുവിളികൾക്കിടയിലും ക്രിസ്തുവിൻ്റെ വിജയത്തിനിടയ്ക്കും നിലകൊള്ളുന്നു. സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം നൽകുന്ന 3 ചിന്തകളുണ്ട്. ഒന്ന്, സഭ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നു. സഭാസ്ഥാപകനായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം സഹനത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ ജീവചരിത്രമാണല്ലോ. ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ കൊല്ലപ്പെട്ടിട്ടും മൃതനാകാത്ത ഒരു കുഞ്ഞാടിൻ്റെ ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട്
യേശുവിൻ്റെ ഉത്ഥാനത്തെ അവതരിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. രക്തമൊഴുകി നിൽക്കുന്ന ഒരു കുഞ്ഞാട്, അത് കൊല്ലപ്പെട്ടതാണ് ഒരു രീതിയിൽ, പക്ഷേ അത് ചത്തുപോയിട്ടില്ല. യേശുവിൻ്റെ ചരിത്രവും ഇതാണ്. യേശുവിനെ അവർ കുരിശിൽ തൂക്കി കൊന്നു, പക്ഷേ 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇത് പ്രത്യാശയുടെ വചനമാണ്. അതുകൊണ്ട് സഭ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നു എന്നുള്ള ഒരാശയം. 2, സഭയിൽ ക്രിസ്തുവിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ആശയം. ക്രിസ്തുവിൻ്റെ അരൂപി സഭയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സഭയിൽ സഹനത്തിന് അർത്ഥം കണ്ടെത്തുവാൻ പറ്റുകയില്ല. 3, സഭ പൂർത്തീകരണം കാത്തു കഴിയുന്ന ഒന്നാണ്. നമുക്കറിയാം, ഈ വർഷം 2025-ാം ആണ്ട് വി ആർ കോൾഡ് ആസ് പിലിഗ്രിംസ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം എന്നാണല്ലോ മാർപ്പാപ്പ പ്രത്യേകമായി എടുത്തു പറയുന്നത് ക്രൈസ്തവരെ കുറിച്ച്. പ്രത്യാശ ഇല്ലാത്തവരായി നാം ജീവിക്കാൻ പാടില്ല. പീഡനങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ക്രിസ്തീയ സമൂഹത്തെ അവതരിപ്പിക്കുക. 3 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. 3 ചിന്തകൾ വെളിപാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന 3 ചിന്തകൾ. 1, സഭ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നു. 2, സഭയിൽ ക്രിസ്തുവിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നു. 3, സഭ പൂർത്തീകരണം കാത്തു കഴിയുന്നു. വെളിപാട് വർത്തമാന കാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. വെളിപാട് കേവലം ഭാവിയെക്കുറിച്ച് മാത്രം പ്രവചിക്കുന്ന ഒന്നല്ല. അത് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും പരാമർശിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ഗ്രന്ഥമാണ്. ഇനിയും വെളിപാടിലെ ക്രിസ്തു ദർശനം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഉദ്ധിതനായ ക്രിസ്തുവിനെ ആണ് വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മൃതനായ യേശുവിനെ അല്ല, ഉദ്ധിതനായ യേശുവിനെയാണ്. അവിടുന്ന് ജീവദായകനും വിധിയാളനുമായി പ്രത്യക്ഷപ്പെടുന്നു. ജീവൻ നൽകുന്നവനാണ് ക്രിസ്തു. അവൻ വീണ്ടും മേഘങ്ങളിൽ വരുന്നത് വിധിയാളനായിട്ടാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ മേഘത്തിൽ എഴുന്നള്ളി വരുന്ന ഒരു മനുഷ്യപുത്രൻ്റെ ദർശനമുണ്ട്. വെളിപാടിൽ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. അത് വിധിയാളനായി വരുന്ന കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക. ശത്രുക്കളുടെ മേൽ ശക്തിയുള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് വെളിപാടിലെ ക്രിസ്തു ദർശനം ശത്രുക്കളുടെ മേൽ ശക്തിയുള്ള വിജയശ്രീ ലാളിതനായവനാണ്. അവൻ മഹത്വീകൃതനാണ്, മഹത്വപ്പെട്ടവനാണ്. യേശുവിൻ്റെ ദൈവത്വം ഈ പുസ്തകത്തിൽ, പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിൽ ദൃശ്യമാണ്, വെളിവാക്കപ്പെടുന്നു. യേശു ആദിയും അന്ത്യവുമാണ്, വചനവും സത്യവുമാണ്. ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രീക്ക് ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയുടെ അവസാനത്തെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഐ ആം ദി ആൽഫ ആൻഡ് ഒമേഗ എന്ന് ക്രിസ്തു പറയുമ്പോൾ ആദിയും അന്ത്യവുമാണ്, വചനവും സത്യവുമാണ്, രാജാവും വിധിയാളനുമാണ്, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്, നമ്മുടെ ഇടയിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നവനാണ്. വെളിപാട് പുസ്തകത്തിലെ ക്രിസ്തു ദർശനത്തിന് ഇപ്രകാരമുള്ള മാനങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ ഈ വെളിപാട് പുസ്തകം പ്രതിപാദിക്കുന്നു. അവിടുന്ന് ജീവദായകനും വിധിയാളനുമായി പ്രത്യക്ഷപ്പെടുന്നു. ശത്രുക്കളുടെ മേൽ ശക്തിയുള്ളവനായിട്ട് കാണപ്പെടുന്നു. മഹത്വീകൃതനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തപ്പെടുന്നു. യേശു ആദിയും അന്ത്യവുമാണ്, വചനവും സത്യവുമാണ്. അവിടുന്ന് രാജാവും വിധിയാളനുമാണ്. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാണ്. നമ്മുടെ ഇടയിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നവനാണ്. ഇപ്രകാരം ഉള്ള ഒരു ക്രിസ്തു ദർശനം അവതരിപ്പിക്കുന്ന
വെളിപാട് പുസ്തകത്തിൽ തുടർന്ന് വരുന്ന ഭാഗത്ത് നാം കാണുന്നത് പീഡനം അനുഭവിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും മാത്രമല്ല, മറിച്ച് യഹൂദ മതവിശ്വാസികളിൽ നിന്നും ഇപ്രകാരമുള്ള മതപീഡനങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. പീഡനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു. സഭയ്ക്ക് മുഴുവനും പീഡനത്തിന്റെ ഭീഷണിയുള്ളതായിട്ട് 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വായിക്കുന്നു. എങ്കിലും രാജ ആരാധനയ്ക്ക് ക്രൈസ്തവർ ഒരിക്കലും വിധേയരാവരുതെന്ന് ദാർശനികൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ വേദഭാഗത്ത്. വിഗ്രഹാരാധന നടത്തുന്നവർ ദൈവകോപത്തിന് ഇരയാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ തന്നെ വിഗ്രഹാരാധനയെ വേശ്യാവൃത്തിയുമായിട്ടാണ് താരതമ്യപ്പെടുത്തുക. ഇപ്രകാരം വിഗ്രഹാരാധന നടത്തുന്നവർ ദൈവകോപത്തിന് ഇരയായിത്തീരും എന്ന് ഇതിൻ്റെ അധ്യായങ്ങളിലൂടെ വിവരിച്ചു പറയുന്ന ദാർശനികനെ നാം കാണുന്നു. ആ ദാർശനികൻ പറയുകയാണ്, മരണം വരെ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. വിശ്വാസത്തിൽ ദുർബലരും ക്രൈസ്തവ ജീവിതത്തിൽ അലസരുമായിരുന്നവരെ ഉത്തേജിപ്പിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയുമാണ് വെളിപാട് കർത്താവ്. മരണം വരെ വിശ്വസ്തരായിരിക്കുക. 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, കർത്താവിൽ മൃത്യു വരിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു എന്ന് 14-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നാം കാണുന്നു. രക്തസാക്ഷിത്വത്തിന് വരെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, ജാഗ്രതയായിരിക്കുവിൻ, അങ്ങനെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയാം. ഏത് സമയത്തും മരിക്കുവാൻ തയ്യാറായി, ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം മരിക്കുവാൻ തയ്യാറായിരിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ അതിൻ്റെ ശ്രോതാക്കളെ, അതിൻ്റെ വായനക്കാരെ പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്നു. അതേസമയം പീഡകരായ റോമാ സാമ്രാജ്യത്തെ കഠിനമായി ദാർശനികൻ വിമർശിക്കുന്നുണ്ട്. ഈ വിമർശനത്തിന് വേണ്ടി പ്രതീകങ്ങളും മുദ്രകളും ഉപയോഗിക്കുന്നു. ഗർഭിണിയായ സ്ത്രീയുടെ ജീവൻ അപഹരിക്കുവാനും അവരുടെ ശിശുവിനെ വിഴുങ്ങുവാനുമായി അടുക്കുന്ന കരാള സത്വം പരാജിതനായി മാറുന്നു എന്ന് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം സാക്ഷിക്കും. 7 തലയും 10 കൊമ്പുമുള്ള ജീവി ക്രൈസ്തവരെ കൊന്നുകളയുന്നു എന്ന് വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭീകരജീവിയോടും മഹാവേശ്യയോടും മഹാബാബിലോണോടും റോമയെ താരതമ്യപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിൽ. റോമ എന്ന് പറയുന്നത് തിന്മകളുടെ മൂർത്തിഭാവമാണ്. മഹാപിശാചാണ് റോമ. അതിൻ്റെ പതനം ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് വെളിപാട് കൊടുക്കുന്ന ചിന്ത. എന്നാൽ ആത്യന്തികമായ വിജയം ക്രിസ്തുവിനാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇനിയും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. വ്യത്യസ്തമായ സംഖ്യകൾ ഈ ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്നു. അതുപോലെ വ്യത്യസ്തമായ നിറങ്ങളെ അവതരിപ്പിക്കുന്നു. വിനിമയത്തിന് സംഖ്യകളും നിറങ്ങളും ഗ്രന്ഥകാരൻ സുലഭമായി ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ 3, 4, 7, 12, 1000 എന്നുള്ള സംഖ്യകളൊക്കെ പൂർണ്ണതയുടെ സംഖ്യയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. 3 ത്രികോണത്തെ സൂചിപ്പിക്കുന്നു, അതൊരു പൂർത്തീകരണത്തിൻ്റെ സംഖ്യയാണ്. 4 എന്നുള്ളത് 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നു, സൃഷ്ടലോകം മുഴുവനെയും അത് പ്രതിനിധാനം ചെയ്യുന്നു. 7 എന്നുള്ളത് പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. 12 മാസങ്ങൾ ചേർന്ന് പൂർണ്ണവർഷവും 2 12 മണിക്കൂറുകൾ ചേർന്ന് പൂർണ്ണ ദിവസവും ഉണ്ടാവുന്നത് കൊണ്ട് പൂർണ്ണതയുടെ ഒരടയാളമായിട്ട് 12-നെ കണക്കാക്കുന്നു.
എന്നാൽ 3.5 അനർത്ഥ സൂചകമാണ്. 6 എന്നുള്ളതും 666 എന്നുള്ളതും അപൂർണതയുടെ പര്യായമാണ്. അത് അശുഭസംഖ്യയുമാണ്. 1000 വലിയ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ പെരുക്കുകൾ 10,000, അതും വലിയ സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സംഖ്യകൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ട് വെളിപാട് കർത്താവ് തികവില്ലായ്മയുടെയും ചിന്തകൾ കൈമാറുകയാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ, വ്യത്യസ്തങ്ങളായ ജീവികളെ, മൃഗങ്ങളെ ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു. ശത്രുരാജ്യങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഇവിടുത്തെ മൃഗങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതിൽ കാണുന്ന മൃഗങ്ങളൊക്കെ ശത്രുവിന്റെ പര്യായങ്ങളാണ്. കണ്ണുകളെ കുറിച്ച് പറയുന്നത് കണ്ണുകൾ ജ്ഞാനത്തിന്റെ അടയാളമാണ്. ചിറക് വേഗതയുടെ പര്യായമാണ്. കാലുകൾ സ്ഥൈര്യത്തിന്റെ അടയാളമാണ്. കിരീടം രാജകീയ അധികാരത്തെ സൂചിപ്പിക്കുന്നു. നീണ്ട വസ്ത്രം പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ്. പനയോല വിജയത്തിന്റെ അടയാളമാണ്. വാള് ഉന്മൂലനാശം അതിൻ്റെ ഒരു അടയാളമാണ്. വെളുത്ത നിറം വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിറമാണ്. ചുവപ്പ് അക്രമത്തിൻ്റെയും ബലാത്കാരത്തിൻ്റെയും പ്രതീകമാണ്. ധൂമ്രവസ്ത്രം രാജകീയ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. കറുപ്പ് വിനാശത്തിന്റെ സൂചനയാണ്. ഈ പറയുന്ന നിറങ്ങൾ വെളുത്ത നിറം, ചുവപ്പ്, ധൂമ്രം, കറുപ്പ്, ഇതെല്ലാം മാറി മാറി ഈ ദർശനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമുള്ള അതിന് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയുമായ അടയാളങ്ങളാണ്. വിജയശ്രീ ലാളിതനായ കുഞ്ഞാട് ഉദ്ധിതനായ യേശുവിനെ സൂചിപ്പിക്കുന്നു. കുഞ്ഞാടിൻ്റെ 7 കൊമ്പുകളും 7 കണ്ണുകളും കുഞ്ഞാട് സർവശക്തനും സർവജ്ഞാനിയുമാണെന്ന് സൂചിപ്പിക്കുന്നു. കുഞ്ഞാട് എളിമയുള്ളൊരു മൃഗമാണ്. അത് ഉദ്ധിതനായ യേശുവിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കണ്ണുകളും കൊമ്പുകളും കൊമ്പുകൾ സർവശക്തിയെയും കണ്ണുകൾ സർവജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. 10 കൊമ്പുകളും 7 തലകളും 10 രത്നങ്ങളും ഉള്ള ഭീകരജീവി റോമ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. 666 എന്ന സംഖ്യ അശുഭവും അനർത്ഥവും സൂചിപ്പിക്കുന്നു. ഇനിയും ഏതാനും സ്വപ്നങ്ങളും ദർശനങ്ങളുമാണ് ഈ ഗ്രന്ഥത്തിലെ ഉള്ളടക്കം. എസെക്കിയേലിൻ്റെയും ദാനിയേലിൻ്റെയും ദർശനങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 1 മുതൽ 3 വരെ അധ്യായങ്ങൾ, 1, 2, 3 അധ്യായങ്ങളും ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായവും ഇപ്രകാരമുള്ള ദർശനങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രതീകങ്ങൾ പലതും എസെക്കിയേലും ദാനിയേലും യോവേലും സഖറിയായും ഉപയോഗിച്ച പ്രതീകങ്ങൾ തന്നെ. പഴയഉടമ്പടിയിലെ എസെക്കിയേലിൻ്റെയും ദാനിയേലിൻ്റെയും യോവേലിൻ്റെയും സഖറിയായുടെയും പുസ്തകങ്ങളിൽ നിന്ന് കടമെടുത്ത പ്രതീകങ്ങളാണ് ഈ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പണ്ഡിതമതം. യോഹന്നാന് ദൈവത്തിൽ നിന്നും ലഭിച്ച സന്ദേശം വെളിപാട് സാഹിത്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അവർക്ക് സുഗ്രാഹ്യങ്ങളായിരുന്ന പ്രതീകങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. ഇനിയും ഈ വെളിപാട് പുസ്തകത്തിൽ വർത്തമാനകാലവും ഭാവി കാലവുമാണ് ഊന്നൽ കൊടുത്ത് അവതരിപ്പിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഏതാനും പരാമർശങ്ങളുണ്ടെങ്കിലും തിന്മയുടെ ശക്തിയും സഭയും തമ്മിലുള്ള സംഘട്ടനം, അതാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്ന മതമർദ്ദനം. തിന്മയുടെ ശക്തിയും സഭയും തമ്മിലുള്ള സംഘട്ടനം, വർത്തമാന സംഘട്ടനങ്ങൾ മൂർധന്യത്തിലെത്തുമ്പോൾ ഈ യുഗത്തിൻ്റെ അന്ത്യമാകും. ഓരോ സംഘട്ടനങ്ങളും നാം കാണുമ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് കരുതും. വളരെ വേഗം അത് സമാഗതമാകുമെന്നുള്ള ചിന്തയും കൈമാറുന്നുണ്ട്. ദൈവം അവസാനം ന്യായവിധിക്കായി ആസനസ്ഥനാകും. 2ാമത്തെ വിധിക്കായിട്ട് അവൻ ആസനസ്ഥനാകും. തിന്മയുടെ ശക്തികളാണ് മരണവും സാത്താനും. നിശേഷം അവർ പരാജിതരാകും.
ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിത്യാനന്ദം അനുഭവിക്കും. അങ്ങനെയാണ് രക്ഷ കൈവരിക്കുക. അതുകൊണ്ട് മരണവും സാത്താനും എപ്പോഴും പരാജയപ്പെട്ടു പോകുമ്പോൾ നിത്യാനന്ദത്തിലേക്ക് മതമർദ്ദനത്തിലൂടെ കടന്നു പോകുന്ന ക്രിസ്തീയ കൂട്ടായ്മകൾ, പ്രത്യേകിച്ചും ഏഷ്യ മൈനറിലെ 7 സഭകൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുക. ചരിത്രം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാകും, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനുള്ളിലാവും ചരിത്രം. പലപ്പോഴും ദൈവികമായ ശക്തിയും പ്രത്യാശയും ഈ ഗ്രന്ഥം പ്രത്യേകമായിട്ട് കൈമാറുന്നു. വിജയം ദൈവത്തിൻ്റെതാണ്. നവീകരിക്കപ്പെട്ട പ്രപഞ്ചമാണ് ചരിത്രത്തിൻ്റെ അന്ത്യം. ഈ ചരിത്രം അവസാനിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള ആ ചിന്തയിലാണ്. ഒടുവിലെല്ലാം ദൈവത്തിൻ്റെ സമാധാനപൂർണമായ ഭരണത്തിൻ്റെ കീഴിൽ ആയി മാറും. ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രത്യേകമായ യുഗം കടന്നുവരും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. വെളിപാടിൻ്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം കണ്ടു. അത് ദൈവം പിതാവ് ക്രിസ്തുവിന് കൊടുത്ത ഒരു ദർശനം, ക്രിസ്തു ദൈവദൂതനെ അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് നൽകിക്കൊണ്ട് അത് എഴുതി വയ്ക്കുവാൻ പറഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കി. അത് പ്രത്യേകിച്ചും മതമർദ്ദനത കാലത്ത് സഹനത്തിലൂടെ കടന്നുപോയിരുന്ന സഭയ്ക്ക് പ്രത്യാശയും ബലവും നൽകുന്നതിന് എഴുതിയതാണെന്ന് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ അത് മതമർദ്ദനം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുന്നുള്ള ചിന്ത അവർക്ക് കൊടുക്കുവാനുള്ളതാണെന്ന് നാം മനസ്സിലാക്കി. അതിൻ്റെ കാലഘട്ടം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ AD 86-നും 91-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണെന്ന് നാം കണ്ടു. അതുപോലെ തന്നെ ഇതിലുള്ള പ്രത്യേക നമ്പറുകളുടെ അർത്ഥം, പ്രതീകങ്ങളുടെ അർത്ഥം, നിറങ്ങളുടെ അർത്ഥം എല്ലാം നാം ചർച്ച ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ സഭാപാരമ്പര്യമനുസരിച്ചും ബൈബിൾ വിജ്ഞാനീയമനുസരിച്ചുമുള്ള വ്യാഖ്യാനങ്ങൾ വേണം ഈ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ നാം കൊടുക്കേണ്ടത്. അത് ഈ ലോകത്തിൻ്റെ ഒരു അവസാനം എന്നുള്ളതിൽ ഉപരി പ്രത്യാശയോടെ ഒരു 2ാം ആകാശവും 2ാം ഭൂമിയും നവസൃഷ്ടി എന്നുള്ള രീതിയിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ ശക്തിയിലും നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലേക്ക് നാം മനസ്സിലാക്കണമെന്നാണ് പഠിക്കുക. നാം ഇപ്രകാരം ഈ വേദഭാഗത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. പലപ്പോഴും ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും തെറ്റിദ്ധാരണകൾക്കും ആകുലതകൾക്കും കാരണമായി തീരുകയും ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവ് നമുക്ക് അനിവാര്യമാണ്. തുടർന്ന് വരുന്ന എപ്പിസോഡിൽ, 2ാമത്തെ എപ്പിസോഡിൽ ഈ ഗ്രന്ഥത്തിൻ്റെ 22 അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകും. 22 അധ്യായങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ പ്രത്യേകമായ ആമുഖ ചിന്തകൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ ബൈബിൾ ഭാഗം വെളിവാക്കി തരുവാൻ, ഈ വെളിപാടിൻ്റെ പുസ്തകം നമുക്ക് വെളിപ്പെട്ട് തരപ്പെടുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രീതിയിലുള്ള ഒരു സമീപനത്തോടെ ഈ ഗ്രന്ഥം നമുക്ക് വായിക്കാം. ഇത് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 2ാം ജെറുസലേം എന്നുള്ള അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആരാധന സമൂഹമായിട്ട് നമുക്ക് വളരാം. പ്രത്യേകിച്ചും ആരാധന വർഷമായിട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ വർഷത്തെ പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗീയ ആരാധന നടത്തുന്ന 2ാം ജെറുസലേമിലേക്കുള്ള ആ കൂട്ടായ്മയിൽ നാമും ഭാഗവാക്കുകളായിക്കൊണ്ട് പ്രത്യാശയുള്ളവരായി സഹനത്തെ ഏറ്റെടുക്കുന്നതിനും മതമർദ്ദനത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ പ്രത്യാശവും ബലവും സ്വീകരിക്കുന്നതിനും ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം.